ഡോറയുടെ യഥാർത്ഥ കഥ മിസ്സിംഗ് ആക്കിയ ഡോറ. യഥാർത്ഥ കഥ എന്താണെന്ന് വർഷം 1980 മാതാപിതാക്കളുടെയും മുത്തശ്ശിയുടെയും കൂടെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ഡോറ താമസിച്ചത്. ഡോറ ഡൗൺ സിൻഡ്രോം ബാധിച്ച ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഓർമ്മശക്തി തീരെ കുറവായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കാർട്ടൂണിൽ ഡോറയുടെ കൂടെ എപ്പോഴും നമുക്ക് സംസാരിക്കുന്ന ബാഗും മാപ്പും കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കാർട്ടൂണിൽ കുരങ്ങനാണെങ്കിൽ യഥാർത്ഥത്തിൽ ഡോറയുടെ കൂട്ടുകാരൻ ഒരു നായക്കുട്ടിയായിരുന്നു. കാർട്ടൂണിലെ പോലെ ഒരിടത്തും അടങ്ങിയിരിക്കാതെ പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകുവാൻ ഡോറയ്ക്ക് ഇഷ്ടമായിരുന്നു. ഡോറ ഒരു ചെറിയ കുട്ടിയായിരുന്നെങ്കിലും അവളുടെ മാതാപിതാക്കൾ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു ദിവസം ഡോറയുടെ ജീവിതത്തിൽ വലിയൊരു ട്രാജഡി സംഭവിച്ചു. ഒരു ദിവസം ഡോറയും നായക്കുട്ടിയും ഗ്രാമത്തിന്റെ അടുത്തുള്ള കാട്ടിലേക്ക് കളിക്കുവാൻ പോയി. പക്ഷെ ഡോറ വീട്ടിലേക്ക് തിരികെ വരാനുള്ള വഴി മറന്നുപോയി. സന്ധ്യയായി, കാടിരുട്ടിൽ മുങ്ങി, വന്യമൃഗങ്ങളുടെ ശബ്ദം കേൾക്കുവാനും തുടങ്ങി. അപ്പോഴാണ് കാടിനുള്ളിൽ നിന്നും ഒരു നരി വന്നത്. കാർട്ടൂണിലെ പോലെ ഒരു മണ്ടനായ നരിയല്ല, ഒരു ദുഷ്ടനായ നരി. നായക്കുട്ടി ഡോറയെ രക്ഷിക്കുവാൻ ശ്രമിച്ചുവെങ്കിൽ വളരെ ചെറുതായതിനാൽ ഒന്നും ചെയ്യാനായില്ല അതിന്. പിന്നീട് ഗ്രാമവാസികൾ നടത്തിയ തിരച്ചിലിൽ അവർ കണ്ടെത്തിയത് ഡോറയുടെയും നായയുടെയും ജഡം മാത്രമാണ്. അതിനുശേഷം ഡോറയുടെ മാതാപിതാക്കൾ അവളുടെ ഓർമ്മയ്ക്കായി ഒരു കഥ എഴുതുവാൻ തുടങ്ങി. പിന്നീട് ക്രിസ് ക്രിഫോർഡ്, വലേരി വാൾഷ് എന്നിവർ ചേർന്ന് ഡോറ ദി എക്സ്പ്ലോറർ എന്ന കാർട്ടൂൺ നിർമ്മിച്ചപ്പോൾ ഡോറ ലോകമെമ്പാടും ആരാധകരെ ഉണ്ടാക്കി. ഇതൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു അല്ലേ? ഐ ഡോണ്ട് നോ ബിലീവ് ദാറ്റ്. ഓക്കെ, പക്ഷെ ഒറിജിനൽ ഇങ്ങനെ ആളുണ്ടായിരുന്നിരിക്കണല്ലേ? പക്ഷെ ഒറിജിനൽ ആളിൻ്റെ ഒരവസ്ഥ പാവമല്ലേ? പാവം പാവം പാവം. ഐ ലൈക്ക് ഇറ്റ്. ഇന്ന് പോലെ എനിക്ക് ഡോറ ഇഷ്ടം ഗൈസ്. ഓക്കെ, ഐ ലൈക്ക് ദ ഡോറ. ഡോറ എന്നാലും മുത്തായിരുന്നല്ലേ? പാവം ഡോറ ചേച്ചി. യെസ്, റിയലിസ്റ്റിക് മാൻ. നെക്സ്റ്റ്.